ആദ്യം കേരളത്തിൻ്റെ ബഹുമാന്യനായ റവന്യൂ മന്ത്രിയിലേക്ക്. ശ്രീ രാജൻ, ഇന്ന് ഈ വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. നമ്മൾക്ക് അവിടെ വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധരായി വന്ന ആളുകളുണ്ട്, മനുഷ്യരുണ്ട്, സംഘടനകളുണ്ട്. ഇവരുമായിട്ടൊക്കെ സർക്കാർ ആശയവിനിമയം നടത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനവും നടത്തുകയുണ്ടായി. അതിൽ നിന്ന് മനസ്സിലായത് ഞാനിപ്പോൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പുനരധിവാസം മികവോടെ അതിവേഗം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം, വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ ഞാൻ കരുതുന്നത് സർക്കാർ അത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന, രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങൾ ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നാൽ പോകുമ്പോൾ എങ്ങനെ പുനരധിവാസം സാധ്യമാക്കണം എന്നതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കായി കേരളം മാറാൻ പോകുന്നു. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ടൗൺഷിപ്പുകൾ വരാൻ പോകുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ മികവോടെ ഒരു ടൗൺഷിപ്പ് പുനരധിവാസം അല്ലേ തയ്യാറാക്കേണ്ടത്? അതിനുള്ള വളരെ അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൂടെയാണോ ഇന്നടക്കം കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? പുനരധിവാസത്തിന് നേരത്തെ മുതൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ കേരളം പലതിനും മോഡലായതുപോലെ പുനരധിവാസത്തിന് മുഴുവൻ മനുഷ്യരെയും കൂട്ടി നിർത്തുന്ന ലോകോത്തരമായൊരു കേരള മോഡൽ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കലാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടെ ചൂരൽമലയുടെ ഭാഗമായിട്ടുള്ള മുണ്ടക്കയിലും പുഞ്ചിരിമുറ്റത്തും അട്ടാമലയിലും ആറാമലയിലും ഒക്കെ അതിഭീകരമായ ഈ ദുരന്തമുണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളെ ദൈവം പലതായി പിരിച്ചു, ഇനി പുനരധിവാസത്തിൽ കൂടി ഞങ്ങളെ പല വഴിക്ക് പിരിച്ചുവിടരുത് എന്ന് അവിടുത്തെ ജനങ്ങൾ കൂപ്പുകയോടെ അഭ്യർത്ഥിക്കപ്പെട്ട ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി പുനരധിവാസത്തിനൊരു ടൗൺഷിപ്പ് എന്ന ആശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ടൗൺഷിപ്പ് തന്നെ ലോകോത്തരമായിട്ടുള്ള ഒരു കേരള മോഡലാണ്. അതിൻ്റെ വിപുലമായ സംഘാടനത്തോടെ എല്ലാവരും ചേർന്ന്, ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരും ചേർന്ന് പുനരധിവാസത്തിന് ലോകോത്തരമായൊരു കേരള മോഡലായിരിക്കും ചൂരൽമലയിൽ, മേപ്പാടിയിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു വലിയ ഉറപ്പാണ് സർക്കാർ ജനങ്ങൾക്ക് മുമ്പാകെ നൽകുന്നത്. അത് വേഗം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഈ സർക്കാർ പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച ഒരു വലിയ ട്രാക്ക് റെക്കോർഡുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിശ്വാസത്തോടു കൂടി മിനിസ്റ്റർ താങ്കൾ ഈ പറഞ്ഞ വാക്കുകളെ ജനങ്ങൾ ഏറ്റെടുക്കും. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഏറ്റെടുക്കും. കാരണം നടക്കില്ല, അസാധ്യമാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് തോന്നിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്, സ്തംഭിച്ചു പോയതുണ്ട്. അത് നടപ്പായ നാടിൻ്റെ പേരാണ് കേരളം ഈ കാലയളവിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മിനിസ്റ്റർ കരുതുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പല തടസ്സങ്ങളുണ്ടാകാം, സ്വാഭാവികമാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത്. ആ തടസ്സങ്ങളാകെ നീങ്ങി എന്ന് കരുതാമോ? ഞാനത് ചോദിക്കുമ്പോൾ ഒരു കാര്യത്തെ മാറ്റി നിർത്തിയാണ് സംസാരിക്കുന്നത്. അതായത് കേന്ദ്ര സഹായം, കേന്ദ്രത്തിൻ്റെ പ്രത്യേക സഹായം, കേന്ദ്രത്തിൻ്റെ പ്രത്യേക പാക്കേജ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മാസങ്ങളായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ ദുരന്തം സംഭവിച്ചത് മുതൽ ഇങ്ങോട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ ഞാനത് ഒഴിച്ചു വെച്ചാണ് ചോദിക്കുന്നത്, മറ്റെല്ലാ തടസ്സങ്ങളും നമ്മൾക്കതിലേക്ക് നീങ്ങാൻ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി എന്നാണോ കരുതേണ്ടത്? കേന്ദ്രത്തിൻ്റെ തടസ്സം മാറ്റി നിർത്തിയാൽ ബാക്കി ഒരു മാതിരി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ കേന്ദ്രത്തിൻ്റെ തടസ്സം മാറ്റി നിർത്തപ്പെടാൻ പറ്റുന്നൊന്നല്ല. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും ആദ്യ ദിവസം മുതൽ കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ട നിയമപരമായൊരു അവകാശം കേരളത്തിന് നൽകാൻ എന്തേ ഇത്ര പ്രയാസം? 2005 പാർലമെൻറ്റ് തീരുമാനിച്ച ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലെ സെക്ഷൻ 13 അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയാണല്ലോ. നമുക്ക് ഇത്തരം പ്രത്യേകിച്ച് അതിതീവ്ര ദുരന്തം നടന്ന ഒരു കേന്ദ്രത്തിൽ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ ദേശസാൽകൃത ബാങ്കുകളിലുള്ള മുഴുവൻ കടങ്ങൾ എഴുതി തള്ളാനും, ഇനി അവർക്ക് ജീവനോപാധികൾ സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ പ്രവർത്തനങ്ങൾ നടത്താനും, പണം കടം കൊടുക്കാനുൾപ്പെടെ, നേരത്തെയുള്ള കടങ്ങൾ എഴുതി തള്ളാനും പുതിയ കടം കൊടുക്കാനും ഉൾപ്പെടെ ഉള്ള അവകാശം സെക്ഷൻ 13 പ്രകാരം ലോകസഭ നൽകിയിട്ടും പാർലമെൻറ്റ് നൽകിയിട്ടും അത് കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ കേന്ദ്ര ഗവൺമെൻറ്റിന് പോകാൻ കഴിയില്ല. പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, PDNA സമർപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ അതൊരു റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ ആണ്. ആഗസ്റ്റ് 14 ഓപ്പൺ ചെയ്ത റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോയിലൂടെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റായി ഏതാണ്ട് 2221 കോടി രൂപയുടെ ഒരു പുതിയ PDNA കേരളം സമർപ്പിച്ചിട്ടുണ്ട്. അതിന് പണം തരാതെ പോകാൻ പറ്റില്ല കേരളത്തിന്, കാരണം അതൊരു നിയമപരമായിട്ടുള്ള ബാധ്യത കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിനി കാത്തു നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല. കേരളം അതിവേഗം ഓടുകയാണ്.
ഇന്ന് മുഖ്യമന്ത്രി സ്പോൺസർമാരായി നടത്തിയ യോഗം അതിൻ്റെ ഏറ്റവും ജൈവികമായിട്ടുള്ള ആത്മബന്ധം വെച്ചുകൊണ്ട് അവരെല്ലാം നൽകിയ പിന്തുണ ഈ പ്രവർത്തനത്തിൽ വേഗത വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് കരുത്തു പകരുന്നതുമാണ്. റൈറ്റ്. മിനിസ്റ്റർ, ഞാൻ കേന്ദ്രം പണം തരാത്തത്, കേന്ദ്ര സഹായമില്ലാത്തത് എന്ന ഒരു പ്രശ്നത്തെ ഒഴിച്ചു നിർത്തി എന്ന് പറഞ്ഞത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, യാതൊരു സംശയമില്ല മിനിസ്റ്റർ പറഞ്ഞത്. ഞാനതിനെ ഒഴിച്ചു നിർത്തി പറഞ്ഞത് അല്ലാതെ തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒടുവിൽ നമ്മൾക്കറിയാം, ഇപ്പോൾ ഇതിനുവേണ്ടി നെടുമ്പാലയിലും ഈ പറഞ്ഞ ഹാരിസൻ്റെയും ഒക്കെ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ പോയപ്പോൾ എസ്റ്റേറ്റ് ഉടമകൾ, മാനേജ്മെൻറ്റുകൾ കോടതിയിൽ പോയി അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഹൈക്കോടതി അനുകൂലമായി സർക്കാരിൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നതുകൊണ്ടാണ് ആ ഹൈക്കോടതിയുടെ വിധി അനുകൂലമായത്. സ്വാഭാവികമായി അവർക്ക് വേണമെങ്കിൽ ഇനി സുപ്രീം കോടതിയെ പോകാവുന്ന നിലയുണ്ട്. പക്ഷേ കേരളം അത് കരുതുന്നില്ല. കാരണം നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും മികച്ച പരിഗണനയോടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഓരോ പദ്ധതിയിലും നമ്മൾ കണ്ടിട്ടുള്ള അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിയമപരമായി നീങ്ങൂ എന്ന നിലയിലാണ് ഹൈക്കോടതി ആ മാനേജ്മെൻറ്റുകളോട് അക്കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനത്തെ തടസ്സങ്ങൾ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഞാൻ അതിനെ ഒന്ന് വേർതിരിച്ച് മിനിസ്റ്ററോട് മുമ്പ് സംസാരിച്ചത്. അല്ലാതെ കേന്ദ്ര സഹായമില്ല എന്നതൊരു പ്രശ്നമേ അല്ല എന്നല്ല, അത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ PDNA പ്രകാരം, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് പ്രകാരം 2121 കോടിയാണ് ചോദിച്ചിട്ടുള്ളത്, കൃത്യമായ കണക്കുകൾ കൊടുത്ത്. അപ്പോൾ അതുകൂടി വേണ്ടേ, ആ കേന്ദ്ര സഹായം കൂടി വേണ്ട? ഇത്ര വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, മോഡൽ ടൗൺഷിപ്പുകൾ തയ്യാറാക്കുമ്പോൾ അതുകൂടി വേണ്ടേ? ആ ഭാഗത്തു നിന്നുള്ള പണം കൂടി വേണ്ടേ? അല്ല, അത് തന്നേ മതിയാകൂ. പക്ഷേ അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. രണ്ടായിട്ടാണ് കേരളം ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോടും ആ യോഗത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞതാണ്, നിങ്ങൾ അടിയന്തിരമായി നഷ്ടം എത്ര വന്നു എന്ന് കാണിക്കുന്നൊരു മെമ്മോറാണ്ടം തരൂ. ആഗസ്റ്റ് 17 കൊടുത്തു. ആ മെമ്മോറാണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കിലെ കളി നടത്തി ഇവിടെ തന്നെയുള്ള തുകയിൽ പകുതി എടുക്കാനുള്ള 153 കോടി രൂപ അനുവദിച്ചതല്ലാതെ ആ മെമ്മോറാണ്ടം അതിനെക്കുറിച്ച് ഒരു പൊതു അഭിപ്രായം ഇപ്പോൾ ഇല്ല. എന്നാൽ റീകൺസ്ട്രക്ഷനെങ്കിലും 2221 കോടി രൂപ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തുകയെങ്കിലും കേന്ദ്രം കേരളത്തിന് നൽകിയേ മതിയാകൂ. അത് കേരളത്തിൻ്റെ അവകാശമാണ്. കേരളം അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെന്തിനാണ് നാണമില്ലാതെ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ചോദിക്കേണ്ടത് കേരളത്തിൻ്റെ അവകാശമാണ്, ചോദിക്കുന്നതും കേരളത്തിൻ്റെ അവകാശമാണ്. ആ അവകാശം ചോദിക്കാതെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാനാകില്ല. അപ്പം അതുകൊണ്ട് നിർബന്ധമായും ആ പണം റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോയിലൂടെ കേരളം ആവശ്യപ്പെട്ട 2221 കോടി രൂപയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് എത്രയാണോ തരാൻ പറ്റുന്നത് അത് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.